ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പുകാല ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് അല്പസമയം ചിന്തിക്കാനായി എടുത്തിട്ടുള്ള വിഷയം അനുരഞ്ജനം എന്നതാണ്. അതിനാധാരമായി എടുത്തിട്ടുള്ള വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 23 24 വാക്യങ്ങൾ. കുറിവാക്യം 2 കൊരിന്ത്യർ 5:18. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. നോമ്പുകാലം സ്നേഹത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും കാലമാണ്. അനുരഞ്ജനം എന്ന് പറയുന്നത് ഒരു ദൈവിക സമീപനമാണ്. നമ്മുടെ പാപങ്ങൾക്ക് ശേഷം ദൈവം വീണ്ടും സ്വീകരിച്ച് ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നു. അനുരഞ്ജനത്തിൻ്റെ ശക്തി നമുക്ക് തമ്മിൽ സ്നേഹിക്കുവാനും ദൈവത്തിൻ്റെ ദയയിൽ ജീവിക്കുവാനും ഒരു പ്രചോദനം നൽകുന്നു. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 23 24 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അനുരഞ്ജനം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ബന്ധം മാത്രമല്ല, മറിച്ച് നമ്മുടെ വ്യക്തിഗത ബന്ധത്തെ നന്നാക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു ദൈവിക പ്രവർത്തനം കൂടിയാണ്. അനുരഞ്ജനം യഥാർത്ഥത്തിൽ ഒരു പുതുക്കൽ കൂടിയാണ്. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെയും മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെയും പുതുക്കി സമാധാനവും കരുണയും നിറഞ്ഞ ലോകത്തേക്ക് നയിക്കുന്ന ഒരു പുനർജീവന പ്രക്രിയയാണ് അനുരഞ്ജനം എന്ന് പറയുന്നത്. നമുക്ക് അനുരഞ്ജനത്തിലേക്ക് എത്തുവാനും ദൈവസ്നേഹത്തിനായി മറ്റുള്ളവരെ അനുരഞ്ജനത്തിലേക്ക് എത്തിക്കുവാനും കഴിയട്ടെ. ആമേൻ.